താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഒരു വാശിയ അല്ലേ, അവിടെ തന്നെ കരഞ്ഞ് തളർന്ന് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് തലകുനിയപ്പെട്ട ആ സ്ഥാനത്ത്, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആ സ്ഥാനത്ത് ആശ്വസിക്കണം, സന്തോഷത്തോടെ സമാധാനത്തോടെ തല നിവർത്തി നിൽക്കണം അല്ലേ. അപമാനം നിന്ന ആ ജോലി സ്ഥലത്ത് ചുറ്റും എഴുതി നിൽക്കുന്ന ശത്രുക്കളുടെ വലിയ കൂട്ടം പലതും പറഞ്ഞ് അപമാനിച്ച് സ്വസ്ഥതയില്ല, ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അല്ലേ. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ, ഇപ്പം പറഞ്ഞോടും വാരിക്കെട്ടിക്കോ, റെഡി ആയിക്കോ. പ്രഷർ അവർക്കങ്ങ് പറഞ്ഞാൽ മതി, ഉറക്കാൻ പറ്റത്തില്ല. രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുക. അയ്യോ, ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ജോലിയാ, പോയി കയറി കൊടുത്തതോ സിംഹത്തിന്റെ മടയിലെന്ന് പറയുന്നത് പോലെയാ. ഭീഷണി, ഉപദ്രവം. സഹോദരി, നിന്നെ കുറിച്ചാ വല്ലാത്തൊരവസ്ഥയാ. എത്രയായി നല്ലൊരു ജോലിക്കായി കാത്തിരിക്കുന്നു, ക്വാളിഫിക്കേഷൻ ഉണ്ട്, എല്ലാം ഓക്കെയാ, പക്ഷെ ജോലി കിട്ടുന്നില്ല. നിന്ന അപമാനം, സ്വന്തം വീട്ടിൽ അന്യനെ പോലെ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ആരുടെ മുമ്പിൽ പെടാതെ നടക്കേണ്ടി വരുന്ന അല്ലേ കുഞ്ഞേ, ഒരു വല്ലാത്ത അവസ്ഥയാ. പാൽ മുഴുവൻ മുറിക്കകത്തിരിക്കുക. വളരെ പ്രതീക്ഷയോടെ കടന്നുപോയതാ ആ ഭവനത്തിൽ. എൻ്റെ അനുഗ്രഹമായി തീരും, എൻ്റെ നന്മയായി തീരും. ഒത്തിരി പേരുടെ ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങൾ, ഒത്തിരി പേരുടെ ജീവിതത്തിൽ കണ്ട അനുഗ്രഹീതമായ ആ സന്തോഷം, ഒത്തിരി പേരുടെ ജീവിതത്തിൽ കണ്ട, നീ ആസ്വദിച്ച ആ സന്തോഷങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപാട് സ്വപ്നങ്ങളുമായി പോയി കയറിയതാ, കരഞ്ഞ് തളർന്നു. ഇപ്പോഴും ആ കണ്ണുനീർ മാറിയിട്ടില്ല. അപമാനം നിന്ന എങ്ങോട്ട് ഓടി രക്ഷപ്പെടും അറിയത്തില്ല, അതുകൊണ്ട് നിൽക്കുന്നതാ. ഇനി തിരികെ വീട്ടിൽ പോയാൽ എൻ്റെ മാതാപിതാക്കൾ ഹൃദയം പൊട്ടി മരിക്കും. മറ്റെവിടെ എനിക്കൊരു അഭയസ്ഥാനം, എനിക്കൊപ്പം നിൽക്കുവാൻ, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് മാത്രം നിന്ന് സഹിച്ച് തലകുനിഞ്ഞ് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ മാതാവേ പിതാവേ ബാധിക്കപ്പെട്ടിരിക്കുക. അല്ലേ സഹോദര, പുറത്ത് പറയുവാൻ കഴിയത്തില്ല, പറഞ്ഞാൽ നാണക്കേടേറും, മറ്റുള്ളവർ പരിഹസിക്കും, കളിയാക്കും. അതുകൊണ്ട് സഹിച്ച് രാത്രികളിൽ ആ സഹനം അണപൊട്ടി ഒഴുകുന്ന അനുഭവം കണ്ണുനീരായി. മാതാവേ പിതാവേ, മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയ്യോ ടെൻഷനാ, ഒരു സ്വസ്ഥതയില്ല, ഒരിടത്തും എത്തിയിട്ടില്ല, മക്കൾ ഒരിടത്തും എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, നല്ല ജോലിയിൽ അവരെത്തിയിട്ടില്ല, അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, അവർ ആഗ്രഹിക്കുന്നത് പോലുള്ളത് അവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല, വിവാഹം നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ബാക്കിയായി നിൽക്കുക. അത് നിന്നയായി മാറിയിരിക്കുന്നു. സന്തോഷത്തെയും സമാധാനത്തെയും കവർന്നു കളഞ്ഞിരിക്കുന്നു. പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയുന്നില്ല. അവിടെ ആ കോളേജിൽ വിടുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? മോൻ പഠിക്കാൻ പോയി തുടങ്ങിയോ? മോള് പഠിക്കാൻ പോയി തുടങ്ങിയോ? ചോദ്യമാണ്. അഡ്മിഷൻ കിട്ടിയില്ലയോ? ആ പേപ്പർ എഴുതിയെടുക്കാൻ പറ്റിയില്ലയോ? കുഞ്ഞെവിടെ? എന്തു ചെയ്യുക? അവളെ കെട്ടിച്ചു വിട്ടത് എവിടെയാ? അവൻ എവിടെന്നാ വിവാഹം ആലോചിച്ചിരിക്കുന്നേ? ചോദ്യമാണ്, ഒരുപാട് ചോദ്യങ്ങളാ. ഒന്നിനും ഉത്തരം പറയുവാനില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല, മുറിക്കകത്ത് കരഞ്ഞു തീർത്തുകൊണ്ടിരിക്കുക ജീവിതം. അയ്യോ, നിരാശയാ, വേദനയാ. തലമുറകളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചോർത്ത് വയ്യ, ഇനി കരയുവാൻ വയ്യ. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി ഈ പിള്ളേരുടെ മുൻപിൽ നിന്ന്. അവരെ കാണാൻ വയ്യ, ഇങ്ങനെ കാണാൻ വയ്യ. മദ്യപിച്ച് ലക്കുകെട്ട് കടന്നു വരുന്ന തലമുറയെ, മോശം വാക്കുകൾ പറയുന്ന, കൈ നീട്ടുന്ന, മാതാവെന്നോ പിതാവെന്നോ പോലും നോക്കാതെ കൈ നീട്ടുന്ന തലമുറകളുള്ള ആ ഭവനത്തിൽ നിൽക്കുവാൻ വയ്യ. എങ്ങോട്ടെങ്കിലും. പക്ഷെ എങ്ങോട്ട് ഒരു ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് മാത്രം. ഇനി എവിടെ പോകാനാ? ഇനി എങ്ങോട്ട് പോകാനാ? അതുകൊണ്ട് മാത്രം സങ്കടം സഹിച്ച് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ രോഗം കാർന്നു തിന്നുന്ന ശരീരവുമായി സഹോദര സഹോദരി, ഉറക്കമില്ല, വേദനയാ, രോഗം മുഖാന്തരമുള്ള വേദന, അതിനെ കവച്ചു വയ്ക്കുന്ന വേദന, മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് കേൾക്കാതെ കേൾക്കുന്നത്, പറയാതെ പറഞ്ഞ് വേദനിപ്പിക്കുക. രോഗം വരുന്നത് വരെയുള്ള അന്തരീക്ഷം മുഴുവനും മാറി. കണക്ക് പറയല,
പ്രിയപ്പെട്ട മക്കൾ, കണക്ക് നോക്കാതെ നിങ്ങൾ കൊടുത്തു. പിതാവേ, നിന്നോടാ, കണക്ക് നോക്കാതെ നിന്റെ നല്ല സമയം മുഴുവൻ നീ അവർക്ക് വേണ്ടി കൊടുത്തു. ഇന്ന് നിനക്ക് വേണ്ടി ചിലവഴിക്കുന്ന അല്പസമയം, നിനക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുന്ന അല്പ ഉറക്കം, അല്പ പണം, അതിനുവേണ്ടി കണക്ക് പറയുക വേദനയാ. മരണത്തെ പേടിയുള്ളത് കൊണ്ട് മാത്രം മരിക്കാതിരിക്കുക. നിന്ന് സഹിച്ച്, അപമാനം സഹിച്ച്, കടക്കാരുടെ മുമ്പിൽ തലകുനിച്ച് പുറത്തിറങ്ങുവാൻ കഴിയത്തില്ല. മുൻപിൽ വന്ന് വിഷ് ചെയ്യുന്നതിലധികവും കടക്കാരാണ്. കടം കൊടുത്തിട്ടുള്ളവരല്ല, വാങ്ങിയിട്ടുള്ളവർ. കടം കയറി മുടിഞ്ഞായിരിക്കുന്നു, ഉറങ്ങുവാൻ പോലും കഴിയുന്നില്ല. ആ സ്ഥാപനം തകർന്നു പോയി. ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ മുൻപോട്ട് ഇറങ്ങിയ ആ പ്രസ്ഥാനം അത് തകർന്നു പോയി. നിന്നെ വലിയ ബാധ്യതയിലാക്കി തീർത്തു, ഒന്നുമില്ലാത്തവനാക്കി, എല്ലാം നഷ്ടപ്പെടുന്ന അനുഭവത്തിൽ അതേ പലതും ചെയ്യുവാൻ ഇറങ്ങി. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഉള്ളതെല്ലാം കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. സ്വസ്ഥതയില്ല, സമാധാനമില്ല, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. വാശിയില്ലേ? ഇവിടെ തന്നെ, ആ വീട്ടിനകത്ത് തന്നെ, ഈ വീട്ടിനകത്തു തന്നെ, എൻ്റെ വീട്ടിനകത്തു തന്നെ, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെ എന്നെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ, തടിച്ച കണ്ണുകളോടെ കണ്ടവർ തന്നെ സന്തോഷത്തോടെ കാണും. ഞാൻ ആശ്വാസം അനുഭവിക്കുന്നത് അവർ കാണണം. വാശിയില്ലേ? പക്ഷെ എങ്ങനെ? അതാ തളർത്തിക്കളയുന്ന, അറിയത്തില്ല എങ്ങനെ. ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാ ഈ പകലിലും നിങ്ങൾ എനിക്കൊപ്പമായിരിക്കുന്നേ. അതേ, നിങ്ങളായിരിക്കുന്ന സ്ഥാനം തെറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ലായിരിക്കാം, എന്നാൽ എനിക്ക് നിങ്ങൾക്ക് തരുവാൻ ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ഉത്തരം നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് മാറ്റുവാൻ പോകുക. അതെ, അവിടെ തന്നെ നിങ്ങൾ വാശിയോടെ ആയിരിക്കുന്ന, ഇവിടെ എനിക്ക് മാനിക്കപ്പെടണം, ഇവിടെ എനിക്ക് ആശ്വാസം കണ്ടെത്തണം, ഇവിടെ ഞാൻ തലകുനിച്ച സ്ഥാനത്ത് സ്വസ്ഥതയോടെ സമാധാനത്തോടെ എനിക്ക് നിൽക്കണം എന്ന് ചിന്തിച്ചായിരിക്കുന്ന അതേ സ്ഥാനത്ത് നീ ആശ്വാസം കണ്ടെത്തുവാൻ പോകുക. അവിടെ തന്നെ, വേറെ എവിടെയെങ്കിലുമല്ല, അവിടെ തന്നെ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, മക്കളെ, അവിടെ തന്നെ എൻ്റെ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പോകുക. അതെ, എൻ്റെ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പോകുക. എൻ്റെ ദൈവം നിങ്ങൾ അവിടെ ആശ്വസിപ്പിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. നിങ്ങൾ യെരൂശലേമിൽ. ദൈവത്തിൻ്റെ ജനത്തോടായി പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവം അറിയിക്കുകയാണ്, എന്നിലൂടെ നിങ്ങളോട് വിളിച്ചു പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആശ്വാസം പ്രാപിക്കും. ഒരുപാട് യുദ്ധങ്ങൾ, പലായനങ്ങൾ, അട്ടിമകളായി ജനത്തെ പിടിച്ചുകൊണ്ട് പോകുവാൻ കടന്നു വന്നവർ, അങ്ങനെ വിവിധങ്ങളായ സാഹചര്യങ്ങൾ, തകർച്ചയുടെ പാരമ്യത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം, എവിടെ ഞങ്ങൾക്കൊരു രക്ഷ? എവിടെയാണ് ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുവാൻ പോകുന്നത്? എവിടെ, ആരിലൂടെയാണ് ഞങ്ങൾക്കൊരു ദൈവമുണ്ടെങ്കിൽ? കഷ്ടതയേറി വരുമ്പോൾ ചോദ്യം ഇതാണ്, ചോദിക്കുന്നില്ലേ? ഞങ്ങൾക്കൊരു ദൈവം ഉണ്ടെങ്കിൽ. അതെ, അവരുടെയും ചോദ്യം അത് തന്നെയായിരിക്കും. ഞങ്ങൾക്കൊരു ദൈവമുണ്ടെങ്കിൽ എവിടെയാണ് ഞങ്ങൾക്ക് ആശ്വാസം ഒരുക്കുവാൻ പോകുന്നത്? ദൈവം പറയുകയാണ്, എവിടെയെങ്കിലുമല്ല, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് തന്നെ, യെരൂശലേമിൽ തന്നെ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ രാജാവിൻ്റെ പട്ടണത്തിൽ തന്നെ നിങ്ങൾ ആശ്വസിക്കും, നിങ്ങൾ ആശ്വാസം പ്രാപിക്കും. അതേ സഹോദര, ദൈവം നിനക്ക് തന്ന ആ ജോലി സ്ഥലത്ത് തന്നെ, യേശുവിൻ നാമത്തിൽ സഹോദരി, നീ കടന്നുപോയി പാർക്കുന്ന യാദൃശ്ചിക സംഭവിച്ചതല്ല, ദൈവം നിന്നെ അയച്ച ആ ഭവനത്തിൽ തന്നെ നീ ആശ്വാസം കണ്ടെത്തും. മാതാവേ, പിതാവേ, നിങ്ങളുടെ അധ്വാനത്തിൻ്റെയും കണ്ണുനീരിൻ്റെ ഫലമായ ആ ഭവനത്തിനകത്ത് തന്നെ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. ആ സ്ഥാപനത്തിൽ തന്നെ സഹോദരി, നീ സ്വപ്നം കണ്ട് പണിതുയർത്തി ആ സ്ഥാപനത്തിൽ തന്നെ നീ ആശ്വാസം കണ്ടെത്തും. എവിടെയെങ്കിലുമല്ല, അവിടെ തന്നെ നിങ്ങളെ കരഞ്ഞവരായി കണ്ട, നിങ്ങളെ സ്വസ്ഥതയില്ലാത്തവരായി, ഭ്രാന്ത് പിടിച്ചുപോയി ഇവൾക്ക് എന്ന് പറയും വിധത്തിൽ നിങ്ങളെ കണ്ടവരുടെ മധ്യത്തിൽ തന്നെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ ആശ്വാസത്തിൻ്റെ വ്യാപ്തിയും
ദൈവം പറയുക, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അതിനകത്തുണ്ട്. ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മ ആരെയാണ് ആശ്വസിപ്പിക്കുന്നത്? അത് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. വലിയ തടിപ്പോത്തന്മാരെ ആശ്വസിപ്പിക്കുന്ന അമ്മയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള അമ്മമാരുള്ള എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ എത്ര വലുതായാലും അമ്മമാരുടെ കുഞ്ഞു മക്കളാണ്. ചിലർക്ക് ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ആ ഭാഗ്യമുള്ളവർക്കായി അങ്ങനെ ഭാഗ്യമുണ്ട്. അത് നഷ്ടപ്പെടുത്തി കേൾക്കുന്നവരുമുണ്ട്. നഷ്ടപ്പെടുത്തി കളയരുതേ. അപ്പോൾ നോക്കിയേ, ഇവിടെ കുഞ്ഞു വാവയെ കുറിച്ചാണ് പറയുന്നത്. ആ കുഞ്ഞു വാവയുടെ പ്രത്യേകത എന്താ? ആ കുഞ്ഞിന് ലോകം തികച്ചും അപരിചിതമാണ്. ആ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. പൊടിക്കുഞ്ഞ്, അതെ സഹോദരി, ഇതിൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. ലോകത്തിൽ അതിനാരെയും പരിചയമില്ല. അതിന് പരിചയമുള്ള ഏക മുഖം നിൻ്റേത് മാത്രമാണ്. നിന്നെ മാത്രമേ അതിന് പരിചയമുള്ളൂ. അത് പ്രതീക്ഷയോടെ നോക്കുന്നത് നിന്നെ കാണുവാൻ വേണ്ടിയാ. കാണുവാൻ നോക്കി കാണാതെ വരുമ്പോൾ അലറിക്കറയും. ആ ആശ്വാസം കണ്ടെത്തുന്നതിന് മുമ്പിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ കട്ടിലിൽ അല്ലെങ്കിൽ തൊട്ടിലിൽ അല്ലെങ്കിൽ താഴെ പാവിരിച്ച് കുഞ്ഞിനെയും കിടത്തിയിട്ട് അടുക്കളയിലേക്ക് എന്തെങ്കിലും ജോലി ചെയ്യുവാൻ ഓടിപ്പോകുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് കണ്ണു തുറക്കും. 4 പാട് നോക്കും. എവിടെ എവിടെ? ആ ചുറ്റും ഒരുപാട് ആൾക്കാരെ കണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും കുഞ്ഞിന് ആവശ്യമില്ല. കുഞ്ഞിന് പരിചയമുള്ള ഒരു മുഖം മാത്രം. കുഞ്ഞത് തേടും, കാണുന്നില്ല. കൈകാലിട്ടടിക്കും, അലറിക്കരയും. കുഞ്ഞ് പേടിച്ചു പോകും. ആ ലോകത്തിൽ അവൻ അപരിചിതനാണ്. ആരുമില്ല. അങ്ങനെയല്ലേ? നോക്കിയേ, ചുറ്റുപാടും നോക്കിയേ, ആരെങ്കിലും ഉണ്ടോ സഹായിക്കുവാൻ? ആരെങ്കിലും ഉണ്ടോ ആശ്വസിപ്പിക്കുവാൻ? ഇല്ലെന്നേ. ആ കുഞ്ഞിനെ പോലെ നിങ്ങളായിരിക്കുക. ചുറ്റുമുള്ളവരെല്ലാം അപരിചിതരാ, വേണ്ടപ്പെട്ടവരാ. അപ്പനെന്നും അമ്മുമ്മയെന്നും അപ്പൂപ്പനെന്നും സഹോദരങ്ങളെന്നും ബന്ധുക്കളെന്നും പേരുള്ളവരാ കുഞ്ഞിന് ചുറ്റുമുള്ളവരെല്ലാം. പക്ഷേ ആ കുഞ്ഞിനെ സംബന്ധിച്ച് അവരെല്ലാം അപരിചിതരാ. അതുപോലെ നിന്നെ സംബന്ധിച്ച് എല്ലാവരും അപരിചിതരാ. എല്ലാവരും. ആർക്കും നിന്നെ സഹായിക്കുവാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ആരുടെ സഹായം കൊണ്ടും നിനക്ക് പ്രയോജനമില്ലാത്ത അവസ്ഥ. ആരുമില്ല. അലറിക്കരയുക, ഒപ്പം നിൽക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ ആരുമില്ലാത്ത അവസ്ഥ. തീർന്നില്ല. എല്ലാം ഉള്ളൊരു വീട്ടിനകത്തായിരിക്കാം ആ കുഞ്ഞ് കിടക്കുന്നത്. അടുക്കളയിൽ നിറയെ വിവിധങ്ങളായ പലഹാരങ്ങൾ കാണാം, ആഹാര സാധനങ്ങൾ കാണാം. ആ കുഞ്ഞിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളുടെ കയ്യിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ മിഠായികൾ കാണാം, പല പല സാധനങ്ങൾ കാണാം. ആ കുഞ്ഞിന് അതൊന്നും കൊണ്ടൊരു കാര്യവുമില്ല, അല്ലേ? ആ കുഞ്ഞിനുള്ളത് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അവളുടെ രക്തം പാലായി അവന് നുണയുവാൻ കഴിയണം. അപ്പോൾ മാത്രമേ ആ കുഞ്ഞിന് തൻ്റെ ജീവൻ നിലനിർത്തുവാൻ കഴിയത്തുള്ളൂ. പലതും ഒപ്പമുള്ള പലരുടെയും കയ്യിലുണ്ട്, നിങ്ങൾ നോക്കി കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല. സഹോദരങ്ങളുടെ കയ്യിലുണ്ട്, ബന്ധുക്കളുടെ കയ്യിലുണ്ട്, സുഹൃത്തുക്കളുടെ കയ്യിലുണ്ട്, ചാർച്ചക്കാരുടെ കയ്യിലുണ്ട്. പക്ഷേ അതൊന്നും പ്രയോജനപ്പെടുന്നില്ല. അയ്യോ, അമ്മ ഓടി വരിക, കരഞ്ഞ് നിലവിളിക്കുന്ന ആ കുഞ്ഞിൻ്റെ അടുക്കൽ തൻ്റെ കൈ കൊണ്ട് ആ കുഞ്ഞിനെ കോരിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെ ജീവരക്തം അമൃതായ ആ കുഞ്ഞിന് നൽകുക. ദൂത ആരും ഒപ്പമില്ലാത്തത് കൊണ്ടല്ല, ഉള്ളവർക്ക് ആർക്കും നിന്നെ ഒരു വിധത്തിലും സഹായിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർ സഹായിക്കാത്തത് കൊണ്ട് കരഞ്ഞ് നിലവിളിച്ചായിരിക്കുക. നിന്നെ എൻ്റെ കർത്താവ് കരങ്ങളിൽ കോരിയെടുത്ത് മാറോട് ചേർത്ത് പിടിക്കുക. എൻ്റെ അപ്പൻ നിന്നെ ആശ്വസിപ്പിക്കുക. സഹോദരാ സഹോദരി, അവിടെ ആർക്കും നിൻ്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്തത്, നിൻ്റെ ആശ്വാസത്തിന് വേണ്ടി, നിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ആർക്കും നിൻ്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്തത് എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്തു തരിക. യാസ്, നീ അവിടെ തന്നെ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ആശ്വാസം കണ്ടെത്തുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അമ്മയിൽ നിന്ന് ജീവരക്തം ഊറി ഇറങ്ങുക. കാൽവരിയിൽ നിന്ന് ഊറി ഇറങ്ങപ്പെട്ട ജീവരക്തം നിന്റെ ആശ്വാസമായി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വെളിപ്പെടുക. യെസ്, അമ്മയെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, ആ ഭവനത്തിനകത്ത് നീ ആശ്വാസം കണ്ടെത്തുവാൻ, നിനക്ക് ആശ്വാസം ഉണ്ടാകുവാൻ, സ്തോത്രം, ആരുടെ കയ്യിലും നിന്നെ ആശ്വസിപ്പിക്കുവാൻ തക്കതില്ല. ആരിൽ നിന്നും നീ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലകളിൽ നീ പ്രതീക്ഷിച്ചു കിട്ടിയില്ല. ആ കുഞ്ഞിനെ പോലെ നീ പകച്ചു നോക്കുക, കാണാനില്ല ആരെന്നെ ആശ്വസിപ്പിക്കും. അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ്.
ഒരിക്കലും ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു. വളരെ വേദനയോടെ തൻ്റെ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാനിടയായി. ആ സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞത്: ദേവദാസനെ, ഒരു വലിയ ഭാഗ്യം അവളുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഒരു വലിയ ഫാമിലിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വിവാഹാലോചന വന്നു. എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ സന്തോഷമായി, ഞാനും ഒത്തിരി സന്തോഷിച്ചു. ഒരു നഴ്സുമാരുടെ കുടുംബം, വിദേശ രാജ്യത്ത്, ആ ഒരു അറബ് രാജ്യത്ത്, ആ ഫാമിലിയിലുള്ള എല്ലാവരും നഴ്സുമാരാണ്. ഞങ്ങളുടെ അടുക്കൽ വിവാഹത്തിന് വന്നപ്പോൾ അവർക്കൊത്തവണ്ണമുള്ള യോഗ്യത, ആ ക്വാളിഫിക്കേഷൻ എനിക്കില്ല. ഞങ്ങൾക്ക് അതിന് തക്കവണ്ണമുള്ള ആസ്തിയില്ല, ബന്ധുബലമില്ല, ഒന്നുമില്ല. എന്നിട്ടും അവർ പറഞ്ഞ 1-2 വാക്കുകൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഞങ്ങളുടെ ഇടവകയിലെ ആൾക്കാരാണ്. എൻ്റെ സ്വഭാവം, എൻ്റെ സൗന്ദര്യം, എൻ്റെ വീട്ടുകാരുടെ നല്ല പ്രവൃത്തികൾ, അതൊക്കെ അവർക്ക് ഇഷ്ടമായി. അങ്ങനെ ഒരു പെണ്ണിന് വേണ്ടിയാണ് അവർ ഇതുവരെ കാത്തിരുന്നത്. അതുകൊണ്ട് അവർ അവരുടെ ജീവിതത്തിലേക്ക് എന്നെ കൂടെ ക്ഷണിച്ചു. അതെ, ആ സഹോദരിയെ ആ ഭവനത്തിലെ സഹോദരൻ വിവാഹം കഴിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു. ആ സഹോദരി പറയുവാൻ തുടങ്ങി, ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സന്തോഷകരമായിരുന്നില്ല. എൻ്റെ ഇല്ലായ്മകൾ അവിടെ എന്നെ പരിഹാസപാത്രമാക്കി മാറ്റി. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തലകുനിപ്പിക്കുവാൻ തുടങ്ങി. അവർക്ക് ഒത്തവണ്ണമുള്ള വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട്, അവർ ചെയ്യുന്നത് പോലുള്ള തൊഴിൽ എനിക്ക് ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ, അവരുടെ ബന്ധുക്കളുടെ ചോദ്യങ്ങൾ, പരിചയക്കാരുടെ ചോദ്യങ്ങൾ വലിയ കൂട്ടത്തിന് മധ്യത്തിലായിത്തീരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ദിവസം കഴിയും തോറും അവസ്ഥ വഷളായി വന്നു. ഒരു ഭാരമായി ആ സഹോദരി പറഞ്ഞ് കരയുക. ദേവദാസനെ, ഞാൻ അവർക്കൊരു ഭാരമായി മാറി. എൻ്റെ ഭർത്താവ് പോലും എന്നോട് ഇപ്പോൾ ശരിക്കും മിണ്ടുന്നില്ല. ആ വീട്ടിലൊരു വേലക്കാരിയുടെ സ്ഥാനം പോലും, എല്ലാ ജോലിയും ചെയ്യുന്നത് ഞാൻ, ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്ക് തരുന്നില്ല. ചില അമ്മമാർ കരയുകയാണ്, മക്കളെ കെട്ടിച്ചു വിട്ട് അതേ വേലക്കാരിയുടെ സ്ഥാനം പോലും മക്കൾക്ക് കിട്ടുന്നില്ല. അവർ പറയുന്നില്ല, പക്ഷെ നീ അറിയുന്നുണ്ട്. കരയുക. ചതി നിങ്ങൾ തിരിച്ചറിയുക. പ്രിയരെ, നിങ്ങളുടെ തലമുറകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ, തക്ക തുണയാണ് ദൈവം നൽകുന്നത്. നിങ്ങളുടെ തലമുറയേക്കാൾ ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള, നിങ്ങളെക്കാൾ ഒരുപാട് ആസ്തിയുള്ള, പാരമ്പര്യമുള്ള, അങ്ങനെയുള്ളിടത്തു നിന്ന് താഴ്മയുടെ ആട്ടിൻ തോലിട്ട ചില ചെന്നായ്ക്കൾ കടന്നു വരും. ഞങ്ങൾ ഇങ്ങനെയുള്ള പെൺകുട്ടിയാണ് നോക്കി നടന്നത്, ഇതുപോലെ നടന്നു നോക്കിയപ്പോൾ ഇപ്പം കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. പ്രിയരെ, നിങ്ങൾ അങ്ങനെയുള്ള വിവാഹങ്ങളിലേക്ക് പോകരുത്. നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ, അവൾ ഏത് നിലയിലായിരിക്കുന്നു അതിനൊത്തവണ്ണമുള്ള വിവാഹം മാത്രം നിങ്ങൾ നടത്തുക. അവർ ആ സന്തോഷത്തിൽ ജീവിക്കും. ഒരുപാട് പണമുള്ള, ഒരുപാട് പാരമ്പര്യമുള്ള അങ്ങനെയുള്ളിടത്ത് മാത്രമല്ല നിങ്ങളുടെ തലമുറയ്ക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നത്. മനസ്സുകൾ ചേർന്ന്, സ്തോത്രം, ഇന്ന് ഒത്തിരി പേർക്ക് അതറിയാം, എങ്കിലും അറിയാതെ പലരും വീഴുന്നുണ്ട്. അതുകൊണ്ട് വലിയ കൊമ്പാണ്, അങ്ങ് ഉയരത്തിലാണെന്ന് പറഞ്ഞ് ചാടി പിടിക്കുവാൻ നോക്കരുത്. അതുപോലെ ഒത്തിരി താഴെയുള്ളവരെ ഒന്ന് വലിച്ച് അങ്ങനെയും കരയുന്ന ഒത്തിരി പേരെ അറിയാം. അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ ചിലരെ കൊണ്ടുവന്നിരുത്തി. പിന്നെ ഭരണം, ആമേൻ, നിങ്ങൾക്ക് പറ്റിയത് തിരഞ്ഞെടുക്കുക. ആ സഹോദരിയിലേക്ക് തന്നെ വന്നേ. അവളുടെ കണ്ണുനീർ, അവൾ പറയുക, ദേവദാസൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ട്, പക്ഷെ എങ്ങോട്ട് പോകണം? പരിചയമില്ലാത്ത ഈ നാട്, എൻ്റെ മാതാപിതാക്കൾ അവിടെ സന്തോഷിക്കുക, എൻ്റെ ബന്ധുക്കൾ സന്തോഷിക്കുക, എനിക്കിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി കിട്ടിയല്ലോ, ഞാൻ എങ്ങോട്ട് പോകും? മരണമല്ലാതെ എനിക്ക് മുമ്പിൽ മറ്റൊന്നുമില്ല. വളരെ വേദനയോടെ സഹോദരി പറയുകയാണ്, 2 തവണയിലധികം ഞാൻ അതിന് ശ്രമിച്ചു, ആ ഭവനത്തിനകത്തുണ്ടായിരുന്ന ഗുളികകൾ മുഴുവൻ, എന്നിട്ടും മരണം എന്നെ തേടിയെത്തിയില്ല. എത്രമാത്രം വേദനപ്പെടുത്തുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞു, സഹോദരി, നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ആ സഹോദരി വേദനയോടെ പറഞ്ഞു, ഇല്ല ദേവദാസനെ, ഇവർക്കൊപ്പമുള്ള ക്വാളിഫിക്കേഷൻ എനിക്കില്ല, ഇവർക്കൊപ്പം എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് ഇല്ല. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സഹോദരിയും തുടർന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ഞങ്ങളുടെ മെസ്സേജുകൾ കേൾക്കുവാനും പ്രാർത്ഥനകൾ കേട്ട് പ്രാർത്ഥിക്കുവാനുമായി തുടങ്ങി. ഒരു ചെറിയ ജോലിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നു. ആ പുള്ളിക്കാരി അറ്റൻഡ് ചെയ്തു. പ്രിയരെ, ഈ ദിവസങ്ങളിൽ സന്തോഷത്തോടെ പറയട്ടെ, ആ വീട്ടിനകത്തുള്ളവർ അവരുടെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്കായി സ്വന്തം വാഹനങ്ങളിലും അവിടെ കടന്നു വരുന്ന മറ്റു വാഹനങ്ങളിലും പോകുമ്പോൾ
സൗദിയിലെ കൊട്ടാരത്തിൽ നിന്ന് കടന്നു വരുന്ന ഔദ്യോഗിക വാഹനത്തിലാണ് ആ സഹോദരി ആ നിന്ന സഹിച്ച് തലകുനിച്ച് കരഞ്ഞ മരണത്തിന് വേണ്ടി യാചിച്ച ആ സഹോദരി തൻ്റെ ജോലിക്കായി കടന്നു പോകുന്നത്. പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയാൽ ആ ഭവനത്തിനകത്ത് തന്നെ എൻ്റെ കർത്താവ് അവളെ മാനിച്ചു. അതിനകത്തുള്ള ആർക്കും എത്തുവാൻ കഴിയാത്ത സ്ഥാനത്ത് എൻ്റെ കർത്താവ് അവളെ എത്തിച്ചു. സഹോദരി, നീ ആയിരിക്കുന്ന ആ ഭവനത്തിനകത്ത്, ആ ഭവനത്തിനകത്ത് നീ ചെന്ന് കയറിയ അല്ല, ദൈവം നിന്നെ കൊണ്ട് ചെന്നാക്കിയ ആ ഭവനത്തിനകത്ത് എൻ്റെ ദൈവം നിന്നെ മാനിക്കും, എൻ്റെ ദൈവം നിന്നെ മാനിച്ചുയർത്തും. ഓ താങ്ക് ഗോഡ്. സഹോദര, അവിടെ തന്നെ എൻ്റെ കർത്താവ് നിന്നെ മാനിക്കും. ആ കുഞ്ഞിന് കിട്ടുവാനുള്ള ഒരേ ഒരു സോഴ്സ് അത് ദൈവത്തിൽ നിന്നാണ്. ദൈവം നിനക്ക് വേണ്ടി തരും. യേശുവിൻ നാമത്തിൽ മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾക്ക് എവിടെ നിന്ന്, എങ്ങനെ, ആരിലൂടെ അറിയത്തില്ല, പക്ഷെ എനിക്കൊന്നറിയാം, അവർക്ക് വേണ്ടത് കൊടുക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ, സർവശക്തനായ ദൈവം, ചങ്കിലെ അവസാന തുള്ളി ചോര വരെ എനിക്കും നിനക്കുമായി കാൽവരിയിൽ ഒഴുക്കിക്കളഞ്ഞവൻ അവൻ തരും. നിന്റെ മക്കൾക്ക് വേണ്ടിയുള്ളത് അവൻ തരും. വിശ്വസിക്ക്, പ്രാർത്ഥിക്ക്, കർത്താവ് അത് പ്രവർത്തിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ തലമുറകൾ പുറത്തു വരുവാൻ പോകുക. ആ നിന്ന ആ അസ്വസ്ഥത നിറഞ്ഞ ആ കണ്ണുനീരിൻ്റെ, ആ വേദനയുടെ, നിരാശയുടെ സീസൺ ഇപ്പോൾ അവസാനിക്കുക. യേശുവിൻ നാമത്തിൽ തലമുറകൾക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടുക. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാതെ വീട്ടിനകത്ത് ഒറ്റയ്ക്കായിരിക്കുന്ന നിന്റെ തലമുറകൾക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടുക. ആ അഡ്മിഷനുകൾ ലഭിക്കുവാൻ പോകുക, ജോലി കിട്ടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ആ രാജ്യത്തിൻ്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക. നിന്ന മാറുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് അവരുടെ ജീവിതത്തിൽ തരുവാൻ പോകുക. ഓ സ്തോത്രം. അമ്മയെ പോലെ അവരെ എല്ലാവരും തള്ളിക്കളഞ്ഞ നിന്റെ തലമുറകളെ കുറിച്ച് എല്ലാവരും അവരെ തള്ളിക്കളഞ്ഞു, നീ പോലും തള്ളിക്കളഞ്ഞു. പക്ഷെ എൻ്റെ അപ്പൻ അവരെ തള്ളിക്കളയത്തില്ല. അവൻ എടുക്കും, ഒരു കുഞ്ഞിനെ പോലെ അവൻ കോരിയെടുക്കും. ഒന്ന് ചിന്തിച്ചേ. അവൻ്റെ നാറ്റം വെച്ച ജീവിത സാഹചര്യമായിരിക്കാം, അവൻ്റെ മോശം കൂട്ടുകെട്ടുകളും സ്വഭാവങ്ങളുമായിരിക്കാം. നിനക്ക് പോലും പേടിയാ. പല അമ്മമാരും വിളിച്ച് പറയാറുണ്ട്, ദേവദാസനെ, നിങ്ങൾക്കറിയാമോ, അറപ്പ ഞങ്ങളുടെ മക്കളെ കാണുമ്പോൾ, അവരുടെ നോട്ടം, അവരുടെ പെരുമാറ്റം, അവരുടെ സംസാരം, നിനക്ക് പോലും അറപ്പ് തോന്നും. പക്ഷെ എൻ്റെ അപ്പച്ചന് അറപ്പ് തോന്നത്തേയില്ല. ആ കുഞ്ഞ് പായൽ കിടന്ന് അത് മലമൂത്ര വിസർജനം ചെയ്തു അതിൻ്റെ ശരീരം മുഴുവനും ആ വേസ്റ്റായിരിക്കുമ്പോഴും, അതിൻ്റെ ശരീരത്തിൽ നാറ്റമുണ്ടാകുമ്പോഴും, അതിൻ്റെ കരച്ചിൽ ഉച്ചത്തിലാണെങ്കിൽ അമ്മ ആ നാറ്റം കണ്ട് മാറിപ്പോകത്തില്ല. ആ കുഞ്ഞിനെ കരം കൊണ്ടെടുക്കും, തൻ്റെ മാറോട് ചേർക്കും. അവൻ്റെ കരച്ചിലടങ്ങുവാൻ, അവൻ ആശ്വാസത്തിന് വേണ്ടത് അവൾ നൽകും. കാരണം അവൾ അമ്മയാ. എൻ്റെ അപ്പൻ സർവശക്തനായ ദൈവം ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആ നാറ്റം പിടിച്ച സാഹചര്യങ്ങളായിരിക്കുന്ന നിന്റെ തലമുറകളെ കോരിയെടുത്ത് അവർക്ക് വേണ്ടത് നൽകി ആശ്വസിപ്പിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിന്നെ കോരിയെടുത്ത് ആ ആശുപത്രി കിടക്കയിൽ നിന്ന് നിന്നെ കോരിയെടുത്ത് എൻ്റെ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുവാൻ പോകുക. ഓ സ്തോത്രം. അപ്പം നിന്നെ കോരിയെടുക്കുകയാണേ, സൗഖ്യമാക്കി ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയുന്നതേയില്ല. ഡോക്ടർമാർ അത് പറഞ്ഞ് സമ്മതിച്ച് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ സഹോദര കേൾക്ക്, ആർക്കും കഴിയാത്തത്, ആർക്കും ഇനി എന്തെന്ന ചോദ്യത്തിന് ഉത്തരം തരുവാൻ കഴിയാത്ത നിലയിൽ എല്ലാവരും മാറി നിൽക്കുമ്പോൾ ചോദ്യങ്ങളില്ല, പറച്ചിലുകളില്ല, പ്രവൃത്തി എൻ്റെ കർത്താവ് നിന്നെ കോരിയെടുത്ത് നിനക്ക് വേണ്ടത് തരിക, സൗഖ്യമാകുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ഓ താങ്ക് ഗോഡ്. അപ്പോൾ അതവിടെ പ്രവർത്തിക്കുക നിനക്ക് വേണ്ടി. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ആശുപത്രി കിടക്കി നീ സൗഖ്യമാകുക. ആമേൻ. സഹോദര, ആ ബിസിനസ് നിന്റെ സ്വപ്നമായിരുന്ന, നീ ഒരുപാട് ആഗ്രഹിച്ച കടത്തിനു മേൽ കടം, ഇനി എന്ത് ചെയ്യും? വിറ്റ് പിറക്കി എങ്ങോട്ടെങ്കിലും. എന്നിട്ട് എവിടെ പോയി? എവിടെ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നീ കണ്ടെത്തിയോ? നീ എവിടെ പോയി സഹോദര? ആ സ്ഥാപനം അടച്ചിട്ട്, ആ കട പൂട്ടിയിട്ട്, ആ രാജ്യത്ത് നിന്ന് വന്നിട്ട് നീ എവിടെ പോയി? എന്ത് ചെയ്ത്? അറിയാമോ? ഇല്ല. ആ കുഞ്ഞിനെ പോലെയാ. നിനക്ക് എല്ലാവരും അപരിചിതരാ. നിന്നെ അറിയുന്ന ഒരൊറ്റ ആൾ പോലും ഇല്ല. ആരുടെ കയ്യിലും നിനക്ക് വേണ്ടതില്ല. നിനക്ക് വേണ്ടതുള്ളത് ഒരേ ഒരുവൻ്റെ കയ്യിൽ മാത്രം.
സ്വർഗീയ പിതാവിൻ്റെ കയ്യിൽ. അവനൊരമ്മയെപ്പോലെ നിന്നെ കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് അത് തരുവാൻ പോകുക. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് തരുവാൻ പോകുക. സഹോദരി സഹോദരൻ, ആ കടത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക. നിന്റെ ഭവനത്തിനകത്തെ ആ ദാരിദ്ര്യം മാറുവാൻ പോകുക, ഇല്ലായ്മ മാറുവാൻ പോകുക. വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ ദാരിദ്ര്യത്തിന് പരിഹാരം വരുത്തുന്നത് എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. കടക്കാരുടെ മുമ്പിൽ ഇനിയും തലകുനിച്ച് 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 നീ നിൽക്കുവാൻ എൻ്റെ ദൈവം താങ്ക് ഗോഡ്, എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ കൈനീട്ടപ്പെട്ട ആ പ്രതീക്ഷ വച്ചിരിക്കുന്നിടത്ത് നിന്ന് നിനക്ക് കിട്ടാത്തത്, നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് തരിക. ആമേൻ. അപ്പോൾ ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കും. ആരെ? സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് കരഞ്ഞ് തളർന്നായിരിക്കുന്നവരെ. അവിടെ തന്നെ നിങ്ങളായിരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾ ആശ്വസിപ്പിക്കും. തൊട്ട് അടുത്ത വാക്യത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 66:14 ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു. അത് കണ്ടിട്ട് നിങ്ങൾ ഹൃദയം സന്തോഷിക്കും. അത് കണ്ടിട്ട് സന്തോഷിക്കും. അമ്മയുടെ മാറോട് ചേർന്നിരുന്ന് പാൽമണം മാറാത്ത ചുണ്ടുകൊണ്ട് തൊട്ട് മുമ്പ് വരെ കരഞ്ഞ് നിലവിളിച്ച കുഞ്ഞ് ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. കൈകാലിട്ട് അടിച്ച് അമ്മയുടെ മുഖത്ത് കൈകൊണ്ട് തട്ടി ആ ചിരി എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. നിന്റെ ഹൃദയം സന്തോഷിക്കുവാൻ പോകുക. ദൂത സഹോദര, നിന്റെ ഹൃദയം സന്തോഷിക്കുവാൻ പോകുക. സന്തോഷമുള്ളവനായി ചിരിക്കുന്നവനായി, ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ചിരിക്കുന്നവനായി ആ ജോലി സ്ഥലത്ത് നിന്നെ കാണുവാൻ പോകുക. സ്തോത്രം. അമ്മേൻ ആമേൻ. പ്രാർത്ഥിക്കുക. അവിടെ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ചിരിക്കുന്നവനായി എൻ്റെ കർത്താവ് നിന്നെ മാറ്റുവാൻ പോകുക. കരഞ്ഞ് തളർന്ന നിന്നെ കണ്ടവർ അത് അവിധത്തിൽ കാണുവാൻ പോകുക. സഹോദരി, ചിരിക്കുന്ന നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ കാണുവാൻ പോകുക. കരഞ്ഞ് തളർന്ന കൈകാലിട്ടടിച്ച് നിന്നെ കണ്ടവർ ചിരിക്കുന്ന റെഡിയാണോ ചിരിക്കാൻ? സ്തോത്രം. ചിലരുടെ ആ മുഖത്ത് ആ ചിരി വരിക. സഹോദരി, നിന്നോട് തന്നെ പറഞ്ഞേ, സഹോദരി നിന്നോടാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുക. നീ ചിരിച്ചു തുടങ്ങിയ ആ കരച്ചിലിന് അറുതിയായി, കരച്ചിലിന് കാരണമായി മാറുക, ആ ഇല്ലായ്മ മാറുക. സ്തോത്രം. കരച്ചിലിന് കാരണമായ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകുക, എല്ലാ തൊഴിലില്ലായ്മകളും മാറിപ്പോകുക, എല്ലാ വരുമാനമില്ലായ്മകളും മാറിപ്പോകുക, എല്ലാ ആരോഗ്യമില്ലായ്മകളും മാറിപ്പോകുക. യേശുവിൻ നാമത്തിൽ എല്ലാ പരാജയങ്ങളും മാറിപ്പോകുക, എല്ലാ തകർച്ചകളും മാറിപ്പോകുക, എല്ലാ കണ്ണുനീരിന്റെ അനുഭവങ്ങളും മാറിപ്പോകുക. അവിടെ തന്നെ കുഞ്ഞെ, ആ കോളേജ്, ആ സ്കൂളിൽ തന്നെ നീ ആശ്വാസം കണ്ടെത്തുവാൻ പോകുക. എവിടെ പോയി ഞാൻ ആശ്വസിക്കും? എവിടെയാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ജയം നൽകിയിരിക്കുന്നത്? ഏത് കോഴ്സ് ഇനി പഠിച്ചിട്ടാണ് ഞാൻ? അല്ലെന്നേ, നീ പഠിച്ചതൊക്കെ മതി. കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അവൻ ആശ്വസിപ്പിക്കും. തീർന്നില്ല. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. അവിടെയും തീരുന്നില്ല. താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും. ആമേൻ. സൗഖ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അസ്ഥികൾ ബലഹീനമായി, മാംസം വിട്ട്. ദൂത, നിന്റെ രോഗം അതാ. അസ്ഥിയും മാംസവും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയില്ല. കഠിനമായ വേദനയാണ് ആ ജോയിൻറ്റുകളിൽ. രാത്രി കിടന്നുറങ്ങുവാൻ കഴിയത്തില്ല. പലപ്പോഴും ഇരുന്ന് നേരം വെളുപ്പിക്കുക. യേശുവിൻ നാമത്തിൽ ആ വേദനയുള്ള ഭാഗത്ത് കരം വയ്ക്ക്. കർത്താവ് സൗഖ്യമാക്കുക. നിന്റെ അസ്ഥികൾ ജീവിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓപ്പറേഷൻ ചെയ്യുവാൻ കഴിയാതെ, അസ്ഥിയിൽ പൊട്ടൽ വന്ന് ഓപ്പറേഷൻ ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, പല കാരണങ്ങളാകാം. ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുക. ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുക. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. ആമേൻ. താങ്ക് ഗോഡ്. സൗഖ്യം വ്യാപരിക്കുന്ന കൃപയ്ക്കായി. സ്തോത്രം. അസ്ഥികൾ ജീവിക്കുന്നേ. ആമേൻ. കർത്താവ് ആശ്വസിപ്പിക്കും. അസ്ഥികൾ തഴയ്ക്കും. ആ കുഞ്ഞിൻ്റെ അസ്ഥികൾക്ക് ബലം വയ്ക്കും. ഈ ലോകത്തിൽ എഴുന്നേറ്റ് നടക്കുവാനും നിവർന്ന് നിൽക്കുവാനും ചാടി തുള്ളുവാനും തക്കവണ്ണം അവൻ്റെ അസ്ഥികൾക്ക് ബലം ഉണ്ടാകുവാൻ വേണ്ടത് ദൈവം നിനക്ക് തരും. അതുകൊണ്ട് തളർന്നു പോകേണ്ട. അവിടെ തന്നെ നിങ്ങൾ ആശ്വാസം അനുഭവിക്കും എൻ്റെ ദൈവത്തിലൂടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ചുമ്മാ ഷെയർ ചെയ്തു. അവർക്കൊരു അനുഗ്രഹം ആയിക്കൊള്ളട്ടെ. നിങ്ങളെപ്പോലെ തന്നെ
അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അതേന്നെ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ഞങ്ങളത് കാണും, നിങ്ങൾ ആശ്വസിക്കും, നിങ്ങൾ സന്തോഷിക്കും, സമാധാനത്തോടെ സ്വസ്ഥതയോടെ നിങ്ങളായിരിക്കും. ആ സഹോദരി ഇന്ന് പ്രൈസർ ഫാമിലിയുടെ കരഞ്ഞി ഉളിയവാരി വിഴുങ്ങി ചാവാൻ നോക്കിയ അതേ ആ സഹോദരി തന്നെ പ്രൈസർ ഫാമിലിയുടെ ഒരു ശക്തമായ പില്ലറായിരിക്കുന്നത് പോലെ നിങ്ങളും പ്രൈസർ ഫാമിലിയുടെ പില്ലേഴ്സായി മാറും. അതിന് തക്കവണ്ണം നിങ്ങളെ കർത്താവ് മാനിക്കും. മടിക്കേണ്ട, കോൺടാക്ട് ചെയ്തോ. എന്താ കണ്ടോ? ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, അടിയൊപ്പമായിരിക്കുന്ന ഈ ജ്വരത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പനെ അങ്ങ് സൗഖ്യമാക്കണമേ. യഹോവ റാഫ, സൗഖ്യമാക്കുന്ന ദൈവം, ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. യെസ്, വേഗത്തിലോടുന്ന വചനം അയച്ച് പ്രാർത്ഥിച്ചാട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. വചനം അയച്ച് കർത്താവ് സൗഖ്യമാക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. സകല രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടുക. വെയിനുകൾ കട്ടാകുന്ന, വെയിനുകളിൽ രക്തം കട്ടപിടിക്കുന്ന, കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥകൾ യെസ് യേശുവിൻ നാമത്തിൽ. ചില ബൈപ്പാസ് സർജറികൾ ഇപ്പോൾ നടക്കുവാൻ പോകുക. യെസ്, കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ കരങ്ങളിലൂടെ സർജറി നടക്കുവാൻ പോകുക. താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. നാഡീ നരമ്പുകളിൽ ജീവനുണ്ടാകുക. ആമേൻ, ആമേൻ. പാരമ്പര്യ രോഗങ്ങൾ മാറിപ്പോവുക. പാരമ്പര്യമായി കിട്ടിയ വസ്തുവിനെക്കാളും വകയെക്കാളും പാരമ്പര്യമായി കിട്ടിയ ചില രോഗങ്ങൾ തളർത്തി കളയുന്നുണ്ട്. ഷുഗർ ലെവൽ കൺട്രോൾ ആകുക, നോർമലാകുക. യെസ്, പ്രാർത്ഥിക്കുക. BP കൺട്രോൾ ആകുക, കൊളസ്ട്രോൾ കൺട്രോൾ ആകുക. യെസ്, യേശുവിൻ നാമത്തിൽ. ആ കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ. കണ്ണിന് മേൽ കരങ്ങളെ വെച്ച് കുരുടന് കാഴ്ച നൽകിയ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയ കണ്ടു തുടങ്ങും. ആമേൻ, ആമേൻ, ആമേൻ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ് വഴി തുറക്കുക, തടസ്സം മാറിയ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യെസ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. അതങ്ങനെ സംഭവിച്ച കൃപയ്ക്കായി നീണ്ട നാളുകളായുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ പോകുക. ജോലി സ്ഥലത്തെ സകല പ്രതികൂലങ്ങളും വെല്ലുവിളികളും വിട്ടുമാറുക. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ച് അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, റിസൾട്ട് ഉണ്ടാകുവാൻ, മത്സര പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന തലമുറകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സ്കൂളുകളിൽ കോളേജുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുക. അവരുടെ പഠനത്തിന് വേണ്ടത് കരങ്ങളിൽ വരട്ടെ. പ്രാർത്ഥിക്കുക. അവർക്ക് മുമ്പിൽ വഴികൾ തുറന്നു കിട്ടട്ടെ, അഡ്മിഷനുകൾ കിട്ടട്ടെ, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. യെസ്, യെസ്, യെസ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായുള്ള വെല്ലുവിളികൾ വിട്ടുമാറട്ടെ. കൂട്ടുകെട്ടുകൾ, മോശം കൂട്ടുകെട്ടുകൾ തകർക്കപ്പെടട്ടെ. ദുഷ്ട സ്വഭാവങ്ങൾ തകർക്കപ്പെടട്ടെ. ദുശ്ശീലങ്ങൾ മാറിപ്പോകട്ടെ. യാസ് യേശുവിൻ നാമത്തിൽ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ വിട്ടുമാറട്ടെ. പ്രാർത്ഥിക്കുക സഹോദരി, നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മദ്യത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. യാസ് യേശുവിൻ നാമത്തിൽ. സഹോദരി, നീ ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. നിന്റെ ഭർത്താവിന് കൊള്ളാകുന്ന ഭാര്യയായി മാറുവാൻ പോകുക. യാസ് യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ചില വാക്കുകൾ കൊണ്ട് തകർന്നു പോയ ചില ജീവിതങ്ങൾ ഇന്ന് പ്രാർത്ഥന കൊണ്ട് പണിതുയർത്തപ്പെടുവാൻ പോകുക. പ്രാർത്ഥിക്കുക. കർത്താവ് അതിനകത്ത് പ്രവർത്തിക്കുക. മക്കൾ മടങ്ങി വരിക. പിന്മാറി നിൽക്കുന്ന മക്കൾ മടങ്ങി വരിക. നിങ്ങളുടെ ഭവനത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, ഭവനങ്ങൾക്കകത്ത് പ്രാർത്ഥന ഉണ്ടാകുവാൻ പോകുക. കുടുംബമായി കർത്താവിന് വേണ്ടി ചിലർ നിൽക്കുവാൻ പോകുക. സഹോദരി, നിന്നോട് തന്നെ പ്രാർത്ഥിക്കുക. ആമേൻ. സഹോദര, പ്രാർത്ഥിക്കുക. സ്തോത്രം. ഭവനങ്ങളില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വന്തം ഭവനങ്ങളിൽ പാർക്കുവാൻ പോകുക. പണി പൂർത്തിയാക്കപ്പെടുക. വസ്തു വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക. ആമേൻ, ആമേൻ. ചെറുതും വലുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടുക. സഹായികൾ ഒരുക്കപ്പെടുക. സഹായികൾ യെസ് യേശുവിൻ നാമത്തിൽ സഹായികൾ ഒരുക്കപ്പെടുക. താങ്ക് ഗോഡ്. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക. പുറത്തു വരിക. ഒതുക്കി കെട്ടിക്കളഞ്ഞ സ്ഥാനത്ത് നിന്ന് പിശാച് ഒതുക്കി കെട്ടിയ കെട്ടുകളെ പൊട്ടിച്ച് ചിലർ പുറത്തു വരിക. ശുശ്രൂഷകൻ നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. യെസ് യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആശ്വാസം കണ്ടെത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം പറയാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.